പ്രാർത്ഥനയായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, ചർച്ചക്കാരായിരിക്കുന്ന സ്നേഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹം അറിയിക്കുന്നു. ഈ പ്രിയ ജയദേവൻ ചേട്ടൻ, ജയദേവൻ എന്ന പേര് പക്ഷേ കനകപ്പുരം പ്രദേശത്ത് അറിയപ്പെടുന്നത് തമ്പി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ വന്നത് കണ്ടതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതെന്നാണ്, ഇന്നാണ് കാണുന്നത്. അദ്ദേഹം അവിടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അവിടെ കടന്നു വന്നപ്പോൾ എന്നെ കണ്ട് പരിചയപ്പെട്ടു. ഞാൻ പാലക്കാടാണ് താമസിക്കുന്നത്, ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് തമ്പി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു കുടുംബം ഉണ്ടെന്നുള്ളതൊക്കെയും എനിക്ക് അറിയാമായിരുന്നു. പ്രിയ രവീന്ദ്രൻ പാസ്റ്റർ ഏറെക്കാലം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ കനകപ്പുരത്തുള്ള ഒരു കുടുംബങ്ങളുണ്ട്, അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതൊക്കെ അറിയാം. അങ്ങനെ അദ്ദേഹത്തെ അറിയാമല്ലോ, എന്നാൽ നേരിട്ട് കാണുവാനുള്ള അവസരം ആ സമയത്താണ് ലഭിച്ചത്. കൂടുതലായി നല്ലൊരു കുടുംബാംഗങ്ങൾ ഇപ്പോൾ സഭയിലുണ്ട്. കനകപ്പുരം സഭയുടെ ശുശ്രൂഷനായി ഞാനിപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞ് അവിടെ ആയിരിക്കുന്നു. എന്തായാലും പ്രിയ മകന് വേഗത്തിൽ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി കേട്ടു, അതിന് മുമ്പ് ധാരാളം പ്രസംഗങ്ങൾ കേട്ടു. എങ്കിലും തിരുവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മരിച്ചവർ ഒന്നും അറിയുന്നില്ല, എന്നാൽ ജീവനോടിരിക്കുന്ന നാം മരിക്കുമെന്ന് നമുക്ക് എവർക്കും അറിയാം. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ദിവസമെങ്കിലും ഈ മരണത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതാണ്. മരണം കടന്നു വരാത്ത ഒരു വ്യക്തികളുമില്ല, ഒരു ജീവിതങ്ങളുമില്ല. എന്നാൽ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്രകാരമുള്ള ഒരു യാത്രയിൽ നമ്മൾ മനസ്സിലാക്കാനാണ്. ഒരു മനുഷ്യന്റെ ആയുസ് 70 ഏറെയാൽ 80 സംവത്സരം വേദപുസ്തകം പറയുമ്പോൾ മനുഷ്യന് 2 ആയുസ്സാണ്. ഒരുപാട് ആയുസ് പറയുന്ന പഠിപ്പിക്കലുകളുണ്ട്, എന്നാൽ വേദപുസ്തകം വിശദീകരിക്കുന്നത് 2 ആയുസ്സാണ്. ഒന്ന് ഈ ലോക ജീവിതം, അതിനാണ് 70-80 സംവത്സരം എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ആയുസ് എവിടെ ആയിരിക്കണമെന്ന് തീരുമാനമെടുക്കാനുള്ള സമയമാണ് നമുക്ക് ലഭിക്കുന്ന 70-80 സംവത്സരക്കാർ. ഈ സംവത്സരത്തിൽ ഇങ്ങനെ ജീവിച്ച് അങ്ങ് മരിച്ചു പോകുക എന്നുള്ളതല്ല, അടുത്ത ജന്മത്തിൽ ഞാൻ എവിടെയായിരിക്കണം. നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ളത് ഒരു ജന്മം എന്ന് പറയുന്നത് നിത്യജീവൻ മാത്രമേ ഉള്ളൂ. ഒരു മോക്ഷവീട് ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്. നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ദിവസവും ഞാൻ എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ എന്റെ പ്രിയനെ എങ്കിലും അനേക നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്കൊന്നും അധികം അറിയില്ല. സഭയുടെ ചർച്ച് പാസ്റ്ററാണെങ്കിലും ഏകദേശം ഒരു അദ്ദേഹത്തിൻ്റെ മകനും മകളും സ്കൂളിൽ പഠിച്ച ആ കാലഘട്ടം തൊട്ട് എനിക്കറിയാം. അതുപോലെ ഈ സഭയുടെ പാസ്റ്ററായി ഞാൻ സേവനമനുഷ്ഠിക്കുമ്പോൾ അച്ചായനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല വ്യക്തിയും നല്ല പാട്ടുകാരനുമാണ്. ഏറ്റവും കൂടുതൽ പള്ളി വന്നില്ലെങ്കിലും ചേച്ചിയുടെ കയ്യിൽ കൃത്യമായിട്ട് ദശാംശവും കാണിക്കുകയും ഇതെല്ലാം കൊടുത്തുവിടുന്ന ഒരു ദൈവത്തിൻ്റെ മകനാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയ നഷ്ടമാണ് ഞങ്ങളുടെ പള്ളിക്ക് ഉണ്ടായത്. എങ്കിലും എല്ലാവരും ഇതിൽ കൂടി കടന്നു പോകേണ്ടത്. എരുമേലിയിൽ നിന്ന് കടന്നു വന്ന BC ജയദേവ്, ജോൺസൺ ചെറിയാൻ എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ തമ്പി എന്നൊക്കെ വിളിക്കുന്നുണ്ട്.
പനവേലിക്കുഴി, കനകപ്പലം, എരുമേലി എന്ന പ്രദേശത്ത് കാംകോ എന്ന കമ്പനിയിൽ ജോലിയുടെ ഭാഗമായിട്ടാണ് ജോൺസൺ ചെറിയാൻ പ്രദേശത്ത് വന്നിരിക്കുന്നത്. അവർക്ക് 3 മക്കളാണുള്ളത്. ചിഞ്ചു, ജയരാജ്, ജലജ. ചിഞ്ചു വിവാഹിതയായി ഭർത്താവും കുഞ്ഞുമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നു. അതുപോലെ തന്നെ ജലജ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജയരാജ് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജയദേവിൻ്റെ പിതാവ് പരേതനായ ചെറിയാൻ, അതുപോലെ മാതാവ് ലേയ ചെറിയാൻ. അവർക്ക് സഹോദരങ്ങളായി PC ലീല, പരേതനായ PC ലീല, PC ആലിസ്, PC ജേക്കബ്, PC ജോസ്, അതുപോലെ ലീലാമ്മ ചെറിയാൻ. ഇങ്ങനെയാണ് സഹോദരന്മാർ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേച്ചി ഇതുവരെയും ഇവരെ അച്ഛനോടൊപ്പം ജീവിക്കുവാൻ അവർക്ക് സ്വർഗത്തിലെ ദൈവം അവസരം കൊടുത്തു. സന്തോഷത്തിലും ദുഃഖത്തിലും എങ്ങനെയൊക്കെ ആയിരുന്നാലും ഞങ്ങൾ ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം ചേച്ചിയുടെ കാണുവാൻ, റോസമ്മ സഹോദരിയുടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ചേച്ചിയെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടമാണ് സംഭവിച്ചതെങ്കിലും ദൈവം കൂടെ ഉണ്ട്. റോസമ്മ ജോൺസൺ, അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ബന്ധുമിത്രാദികളായിട്ട് TK ദേവദാസ്, ലേറ്റ് TK ദേവദാസ്, മേജർ ഡേവിഡ് ചാക്കോ, മിസ്സസ് അക്കാമ ജേക്കബ്, PJ ജോയ്, അമ്മണി എന്നിവരാണ് ബന്ധുക്കളായിട്ടുണ്ട്. മറ്റ് എരുമേലി സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിൽ നിന്നും അതുപോലെ ആ പ്രദേശത്ത് നിന്ന് ബന്ധുമിത്രാദികളായി കടന്നു വന്ന അനേക വ്യക്തികളുണ്ട്. അച്ഛനോടൊപ്പം ജോലി ചെയ്ത അനേക വ്യക്തികളുണ്ട്. ഈ സമീപത്ത് താമസിക്കുന്ന എല്ലാവരെയും ഇതുവരെയും ഇവർ നല്ല സ്നേഹബന്ധത്തിൽ ആയിരിക്കുവാൻ ഈ അച്ഛന് സഹോദരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ മരണവാർത്തയ്ക്ക് ശേഷം ഫോണിലൂടെയും മറ്റും സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് മറ്റാരുടെ ഒരു പിണക്കമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കുടുംബത്തിലാണെങ്കിലും ദേശത്തിലെ ഒക്കെയാണെങ്കിലും ആരുടെ ഒരു പിണക്കമോ മറ്റു വൈരാഗ്യമൊന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വളരെ ടെൻഷനായിട്ടോ അല്ലെങ്കിൽ ചൂടായില്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അത് നിസ്സാര സമയം കൊണ്ട് അദ്ദേഹം നമ്മളെ കൂളാക്കി അതൊരു എത്ര ശാന്തമായി അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്യുന്നു. പല പ്രാവശ്യം എനിക്ക് അനുഭവം സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല പാതകളെ ഞാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഞാൻ ചോദിക്കുന്നു. യേശുവേ വാഴ്ത്തിടുമേ, ഭാഗ്യനാട്ടിൽ ചെന്ന ശക്തരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. യോബ് 19-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല.
ഇതടയ്ക്കാൻ പാടില്ല. മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോനായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊണ്ടുവരും. സമയം ജയരാജ് മുന്നോട്ട് കടന്നു വന്നു. കയ്യിലെ കാലിലെ കെട്ടുകൾ അഴിച്ചതിന് ശേഷം ആ തലയണ എടുത്ത് മാറ്റി വെട്ടി അടച്ച് സാവകാശം വെട്ടി ഞങ്ങൾ പറയുന്ന പ്രകാരം തലകളിൽ കൂടിയിലൂടെ നിൽക്കുന്നവർ ബലപ്പെടുത്തി സാവകാശം പോകേണ്ടതായ മൊബൈൽ
വെട്ടി ഈ രണ്ട് ഭാഗങ്ങൾ കയ്യിലെടുത്ത് താങ്ങി ഇവിടെ നടുക്കൊണ്ട് കൊണ്ടുവരിക. മാത്രമേ തുണിയുള്ളിൽ ഇറക്കാവൂ. അപ്പുറത്തോട്